കേന്ദ്ര സർക്കാരിന് അനഭിമിതരായ ആരുടെ മേലെയും ഇടുത്തി പോലെ വന്ന് വീണേക്കാവുന്ന ആഗ്നേയ ശരമാണ് ഇ ഡി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പി ചിദംബരം, ശരത് പവാർ, അരവിന്ദ് കെജ്രിവാൾ, സഞ്ജയ് റാവുത്ത്, പാർത്ഥ ചാറ്റർജി, ഫറൂഖ് അബ്ദുള്ള ആ നിര അങ്ങനെ നീളുന്നു. പ്രതിപക്ഷ നിരയിൽ ഇ ഡിയുടെ അമ്പ് കൊള്ളാത്തവരെ എണ്ണുന്നതാണ് എളുപ്പം. BJP നേതാക്കളിൽ ഒരാൾക്കും ഇ ഡി ഇതേവരെ ഒരു അലോസരവും ഉണ്ടാക്കിയിട്ടുമില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കിയ കൊടകര കുഴൽപ്പണ കേസിൽ BJP ആരോപണ വിധേയർ പോലും ഇല്ല എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇ ഡി 3-ാം നമ്പർ രാഷ്ട്രീയ കളി കളിക്കുന്നതും കേരളം കണ്ടു. 2014 ശേഷം ഇ ഡി രാജ്യത്ത് നടത്തിയ പരിശോധനകൾ 26 മടങ്ങ് വർദ്ധിച്ചെന്നാണ് രേഖകൾ. 2004-2014 കാലഘട്ടത്തിൽ പ്രതിവർഷം ശരാശരി 104 കേസുകൾ എടുത്തിരുന്ന ഇ ഡി 2014 ശേഷം ശരാശരി 839 കേസുകൾ എടുത്തു തുടങ്ങി എന്നും കണക്കുണ്ട്. ഇ ഡി കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ആയുധമാണ് എന്നത് ഇങ്ങനെ കണക്ക് നിരത്തി തെളിയിക്കേണ്ട കാര്യമൊന്നുമല്ല. അത് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാവുന്ന വസ്തുതയാണ്. അഴിമതിക്കാരെ പൂട്ടാനെന്ന പേരിൽ വന്ന് വട്ടമിട്ട് പറന്ന ഇതേ ഇ ഡി അഴിമതി കുരുക്കിൽപ്പെട്ട് അപഹാസ്യരായി നിൽക്കുകയാണ് കേരളത്തിൽ. വിജിലൻസ് റഡാറിലുള്ള ഇ ഡി ഓഫീസർമാർക്കും കൂട്ടാളികൾക്കുമെതിരെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ. കൈക്കൂലി കൊത്തി പറക്കാൻ വന്ന തത്തയെ കൂട്ടിലാക്കാൻ അവർക്കാകട്ടെ. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ മാത്രം ഇ ഡി നടപടികൾ ശരിയാണ് എന്ന് വാദിച്ചിരുന്നവർക്ക് ഇതൊരു പുനർവിചിന്തനത്തിനുള്ള സമയമായി കൂടി RDX കരുതുന്നു.